ഇത്രയും കാലം എന്നെ ബന്ധിച്ചു വെച്ച ആ നിഗൂഢ ശക്തിയെ കുറിച്ച് അറിഞ്ഞ് അതിനെ വേരോടെ പിഴുതെറിയാൻ എനിക്കെന്റെ മന്ത്രദണ്ഡ് ആവശ്യമാണ്. അതെനിക്ക് ആദ്യം തിരിച്ചു പിടിച്ചേ മതിയാകൂ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹൂം ഗ്ലൂം ഫട്ട് സ്വാഹ. എന്താണിത്? ഈ മന്ത്രദണ്ഡിൽ നിന്നും ഏതോ വിചിത്രമായ ഒരു ശക്തി പുറത്തു വരുന്നുണ്ടല്ലോ. ഏതാണ് ആ ശക്തി? ഈ ദണ്ഡിനെ വേറെ ഏതോ ഒരു അപൂർവമായ ശക്തി സ്വാധീനിക്കുന്നുണ്ട്. അതേതാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്റെ 40 വർഷത്തെ തപസ്സിന്റെ ഫലമാണ് ഈ മാന്ത്രികതണ്ട്. ഇതെവിടെ ഇരുന്നാലും ആരുടെ കയ്യിലിരുന്നാലും ഞാനൊന്ന് വിളിച്ചാൽ എന്റെ കൈകളിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോൾ സത്യമായില്ലേ? മഹാകാളി, നിന്റെ ഭക്തരെ നീ എപ്പോഴും അനുഗ്രഹിക്കണമേ. നമോ നമഃ. മഹാമായി, ഇതെന്തൊരു അത്ഭുത! നമ്മുടെ കയ്യിലിരുന്ന മാന്ത്രികതണ്ട് ഇത് എവിടെ പോയി മഹാമായി? ഏതോ ഒരു നിഗൂഢമായ ശക്തി ആ മാന്ത്രികദണ്ഡ് കൈക്കലാക്കിയിരിക്കുന്നു. നിഗൂഢ ശക്തിയോ? അമ്മയുടെ ശക്തിയേക്കാൾ വേറെ വലിയൊരു ശക്തി ഏതാണുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഭൂലോകത്തിൽ തന്നെ എന്റെ ശക്തിയെ മറികടക്കാൻ പോകുന്ന മറ്റൊരു ശക്തി ഉണ്ടായിട്ടില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ ത്രയംബകനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പക്ഷേ ഞാൻ അവനെ ബന്ധിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉടലെടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അത് അസാധ്യമാ. വേറെ ഒരാൾക്ക് ഒരു പക്ഷെ അസാധ്യമായിരിക്കാം. പക്ഷേ ത്രയംബകന്... ഗരുഡാ, എന്റെ ശക്തിയിൽ നിനക്ക് സംശയമോ? അമ്മയുടെ ശക്തിയിൽ എനിക്ക് സംശയമേ ഇല്ല. ആ ത്രയംബകനെയാണ് എനിക്ക് സംശയം. വേറെ ഒരു പുതിയ ശക്തി ഉടലെടുക്കാൻ സാധ്യതയില്ലെങ്കിൽ ഒരുപക്ഷെ ആ ത്രയംബകൻ മടങ്ങി വന്നിട്ടുണ്ടാവും. ശരി, നിന്റെ ഈ സംശയം നമുക്ക് പരിഹരിക്കാം. സത്യം, നീ പറഞ്ഞത് സത്യമാണ് ഗരുഡ. ത്രയംബകനെ ഞാൻ ബന്ധിച്ച സ്ഥലത്ത് കാണുന്നില്ല. അവൻ പുറത്തു കടന്നിരിക്കുന്നു. അതെങ്ങനെ സാധ്യമായി മഹാമായി? ഏതോ ഒരു ബാഹ്യശക്തിയുടെ സ്വാധീനം അവനെ സഹായിക്കുന്നു. ആ സഹായം കൊണ്ടാണ് അവൻ പുറത്തു വന്നിരിക്കുന്നത്. മഹാമായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി ജാഗരൂകരായിരിക്കണം. ആ ത്രയംബകന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടും മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ഗരുഡ, എല്ലാത്തിനും സന്നദ്ധനാകൂ. ഗുഹയ്ക്കകത്തേക്ക് ആരും പ്രവേശിക്കാതെ നോക്കൂ. ശരി മഹാമായി. ത്രയംബക, എന്റെ ശക്തിയെ മറികടന്ന് നീ പുറത്തേക്ക് ഇറങ്ങിയല്ലേ? നാഗമാണിക്യം സുരക്ഷിതമാണ്. ആ സമ്പത്തിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നെ ബന്ധിച്ചു വെച്ചവർ നാഗമാണിക്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിനല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ബന്ധനസ്ഥനാക്കിയത് ആര്? അവരുടെ ഉദ്ദേശം എന്താണ്? എന്റെ പ്രതിരൂപം ദിഗ്വിജയൻ അവിടേക്ക് എന്തിനാണ് പോയത്? എന്റെ രൂപത്തിൽ അവിടെയുള്ളത് ആരാണ്?
ഏതാണ് ഈ സ്ത്രീ? അവരെന്തിനാണ് എന്റെ രൂപം പ്രാപിച്ചത്? ഇവളുടെ ഉദ്ദേശം എന്താണ്? ഇതിനൊക്കെ പിറകിൽ ആരാണ്? ഈ കാണുന്ന സ്ത്രീ നന്ദീശന്റെ അമ്മയാണെന്നോ? ഇവര് ദിഗ്വിജയന്റെയും നന്ദീശന്റെയും മക്കളെ മാറ്റിയിരിക്കുന്നു. ഇത് ഇത്ര കാലമായിട്ട് ഞാൻ അറിയാതെ പോയല്ലോ. എന്റെ അറിവിലുപരിയായി മറ്റെന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ. നാഗറാണി എന്റെ ദിഗ്ബന്ധനത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. എന്ത് അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്? അവളുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചിരിക്കും? നാഗറാണിക്ക് അവളുടെ തോഴിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അവളുടെ കോപം 10 മടങ്ങായിരിക്കും. ഞാനില്ലാതായപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ബിസി ആയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല. പറ്റുന്ന സമയമാകുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചോളാം. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. താങ്ക് യു. നന്ദീശ, ഇതെവിടെ പോയി? ഏയ് നന്ദീശ, ഏയ് ഏയ് ദിഗ്വിജയ, ഞാൻ ത്രയംബകനാ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇത്രയും നാളും നീ അറിയാത്ത ഒരുപാട് സത്യങ്ങൾ എനിക്ക് നിന്നെ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. അതുവരേക്കും നിനക്കൊരപകടവും സംഭവിക്കാതെ നീ ശ്രദ്ധിച്ചോണം. ഞാൻ വരുന്നതുവരെ വീട്ടിൽ നിന്നാരും പുറത്തു പോകാനും പാടില്ല. വീട്ടിനുള്ളിലേക്ക് പുറത്തുനിന്നാരും വരാനും പാടില്ല. ഗുരുക്കളെന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു കത്തെഴുതിയത്? എന്ത് രഹസ്യമായിരിക്കും എന്നോട് പറയാനുള്ളത്? മുതലാളി വിളിച്ചിരുന്നോ? മുതലാളി, മുതലാളി എന്തുപറ്റി? എന്തോന്നും മിണ്ടായിരിക്കുന്നത്? ഇതെന്താ കത്തോ? മുതലാളി, ഗുരുക്കൾ എനിക്ക് അയച്ചതാ. എന്തൊക്കെയോ സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. ഇത്ര നാളായി നിനക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അറിയിക്കാനുണ്ട് എന്നുവെച്ചാ എന്താ ഇതിനൊക്കെ അർത്ഥം മുതലാളി? എനിക്കറിയില്ല നന്ദീശ. അല്ല മുതലാളി, ഗുരു ഒരു കാര്യം മുതലാളിയോട് മറച്ചു വെക്കാറില്ലല്ലോ. എല്ലാ കാര്യവും പറയാറുണ്ട്. സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വരെ മുൻകൂട്ടി പ്രവചിക്കാറുണ്ട്. അങ്ങനെ ഒരാള് സത്യം വെളിപ്പെടുത്താനുണ്ടെന്ന് പറയുമ്പോ നന്ദീശ, ഇതിന്ന് എന്തായാലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തോ പ്രധാനപ്പെട്ട കാര്യം തന്നെയാ. അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് വരുമൊന്നുമില്ല.
അത് മാത്രമല്ല, നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന് പറയുമ്പോ അതെന്തോ ഗൗരവമുള്ള കാര്യം തന്നെയാ. അല്ല മുതലാളി, ഇക്കാര്യം നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ എന്തിനാ പറയുന്നേ? ആദ്യമേ പറയാനായിട്ട് വല്ല തടസ്സങ്ങളും ഉണ്ടായി കാണും, അതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്തായാലും നമ്മളിപ്പോ ഒന്ന് ഊഹിക്കുന്നത് ശരിയല്ല. അദ്ദേഹം വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. ത്രിവിക്രമന് ഫോൺ ചെയ്ത് നീ വല്ലതും സംസാരിച്ചിരുന്നോ? ഇല്ല മുതലാളി. ആവശ്യമുള്ള സമയത്ത് അവനെ ഒന്നും വീട്ടിൽ കാണില്ല. മുതലാളി ഇങ്ങനെ ടെൻഷൻ ആവാതെ, കൊച്ചു മുതലാളി പെട്ടെന്ന് എത്തിക്കൊള്ളു. ഗുരുക്കൾ ഇങ്ങോട്ട് എത്താനുള്ള സമയമായി. ശരി, വീട്ടിലെ എല്ലാവരും വിളിച്ച കാര്യം പറയാം. ദമയന്തി, ഗോവിന്ദ, വീണ, എല്ലാവരും ഒന്നിങ്ങി വന്നേ. തൃശൂർ, നിനക്ക് പഴം തിന്നതിന് ശേഷം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും പഴം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതെ ശിവാനി, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ചോദിച്ചോ. അത് പിന്നെ എന്നെ കണ്ടാൽ ഇഷ്ടമല്ലാത്ത നിങ്ങള് ഇപ്പൊ എന്റെ സൗഹൃദം ഇഷ്ടമാണെന്ന് ചിന്തിക്കാൻ കാര്യം എന്താ? നിന്നിലുള്ള നല്ല ഗുണങ്ങളെ കണ്ടിട്ടാ. എന്താ പറഞ്ഞ? എന്റെ നല്ല ഗുണങ്ങൾ കണ്ടോ? ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോ അവരെ ചിരിപ്പിക്കാനുള്ള നിന്റെ ശ്രമം, അതിനെല്ലാം ഉപരിയായിട്ട് ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നുള്ള ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എനിക്കിഷ്ടം. അപ്പൊ നിങ്ങൾ എന്നെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയെന്നാണോ പറയുന്നേ? അങ്ങനെയൊന്നുമില്ല. നിന്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നില്ലേ, അപ്പൊ കണ്ടു മനസ്സിലാക്കിയതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ കൂടെ 2 ദിവസം ഒന്ന് മിണ്ടി കഴിഞ്ഞാ താനേ പ്രണയം വന്നോളൂന്ന്. നോക്ക്, ഇപ്പൊ തനിക്ക് എന്നോട് പ്രണയം വന്നു തുടങ്ങിയില്ലേ? പ്രണയമില്ല, ഒന്നുമില്ല. എന്നെ കണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എന്നെ സുഹൃത്താക്കി മാറ്റിയില്ലേ? ആർക്കറിയാം, നാളെ പ്രണയിക്കാനും സാധ്യതയൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ആലോചനയ്ക്ക് ഒരു യൂ ടേൺ കൊടുത്തു നോക്കുന്നേ. നോക്ക്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി 1 വേയാ. തിരിച്ചു വരാനും പറ്റില്ല, ഞാൻ വരികയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് പണി നടക്കുവാന്നൊരു ബോർഡെങ്ങാൻ കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകുന്ന വഴിയിലുള്ള തടസ്സങ്ങൾ ഫേസ് ചെയ്യാനേക്ക് മുൻപെല്ലാം ഇവിടെ വെച്ച് അങ്ങ് നിർത്തിയേക്കുന്നേ. നോക്ക്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയില് ഒരു തടസ്സമില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ നിന്നെ പ്രേമിക്കില്ല. മാഡം, എനിക്ക് ലവ് ഇഷ്ടമല്ല, ലവില് വിശ്വാസമില്ലെന്ന് പറഞ്ഞവരൊക്കെ ലവ് മാരേജ് കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുമ്പോ നിങ്ങൾക്കും ലവ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. നോക്ക്, ഞാൻ എത്ര തവണയായിട്ട് പറയാ നിന്നോട്, നമ്മുടെ ഇടയിലുള്ളത് പ്രണയമല്ല, സൗഹൃദമാണ്. എന്താ പറ? സൗഹൃദം. പ്രണയം. സൗഹൃദം. പ്രണയം. നീ ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പോവാ. ശരി, ആയിക്കോട്ടെ. നമുക്കിടയിലുള്ളത് സൗഹൃദം. ഓക്കെ. എന്നെ ബന്ധിക്കുന്നതിൽ ആ മഹാമായക്ക് എന്ത് ലാഭം? ഇതിൽ നിന്ന് അവരെന്തോ സാധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവൾ ഒരു സാധാരണക്കാരിയല്ല. തൃശൂലും ത്രിവിക്രമനും ജനിച്ച ദിവസം ദിഗ്വിജയൻ വീട്ടിലുണ്ടായിരുന്നില്ല. നാഗമാണിക്യം എടുക്കാൻ പോയതായിരുന്നു.
ഞാനും അതേ ചിന്തയിലായിരുന്നു. ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് കുട്ടികളെ തമ്മിൽ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾക്ക് നാഗറാണിയെ പറ്റിയും അറിയാം. എന്നിട്ടും അവളെ എന്താണ് ഒന്നും ചെയ്യാതെ വിട്ടതെന്നും എനിക്കിപ്പോ മനസ്സിലാകുന്നില്ല. പാവം ദിഗ്വിജയൻ ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിട്ടില്ല. ത്രിവിക്രമൻ തന്നെയാണ് തന്റെ മകനെന്ന് വിശ്വസിച്ചിരിക്കുന്നു. അവനൊരു ആപത്തും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടായേ കഴിയൂ. ഇല്ലെങ്കിൽ ഇത് പിൽക്കാലത്ത് വലിയ പ്രശ്നമായി തീരും. ഇപ്പോൾ എനിക്ക് എന്നിൽ നിന്ന് 3 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. 1, ആ മഹാമായയ്ക്ക് തക്ക ശിക്ഷ നൽകണം. 2, ദിഗ്വിജയനോട് അവന്റെ മകനെ കുറിച്ചുള്ള സത്യം പറയണം. ഈ 2 കാര്യങ്ങളെക്കാളും മുഖ്യമായിട്ടുള്ളത് എന്റെ ദിഗ്ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ നാഗറാണിയുടെ അന്ത്യം കണ്ടേ ഞാൻ അടങ്ങൂ. ഇത്രയും ദിവസം ആരും അറിയാതെ ആ ത്രയംബകനെ നമ്മൾ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ ഇനി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. മഹാമായെ, അവിടുത്തെ അറിവില്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതെ, അതാണ് ആ ത്രയംബകനുള്ള വിശേഷമായ ശക്തി. അവൻ അമ്മയേക്കാൾ ബലശാലിയാണോ? ബലശാലിയല്ല, എന്നാൽ അവൻ ബലഹീനനുമല്ല. എന്നെ വധിക്കാൻ ശേഷിയുള്ള ചാണക്യനാണ്. അങ്ങനെയെങ്കിൽ അവൻ കാരണം നമുക്ക് ആപത്തുണ്ടാവില്ലേ? ഉറപ്പായുമുണ്ട്. ഇതുവരേക്കും ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. നാഗറാണിയും അവന്റെ ദിഗ്ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും അവൻ അറിഞ്ഞു. എന്റെ പേരക്കുട്ടി ദിഗ്വിജയന്റെ മകന്റെ സ്ഥാനത്ത് വളരുന്നതും അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ആ ത്രയംബകനെ ഞാനാണ് ബന്ധിച്ചതെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കണം. അതെങ്ങനെ സാധിക്കും? ഓരോരുത്തരും ഓരോ ദിക്കിലാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ സമയത്ത് പരിഹാരം കിട്ടണമെങ്കിൽ എന്നിലുള്ള വിശേഷ ശക്തി എനിക്ക് ഉപയോഗിച്ചേ മതിയാകൂ. ഈ ത്രയംബകന്റെ ശക്തിയുടെ തെളിവാണിതൊക്കെ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങളും ഒരേ സമയത്ത് തന്നെ നടക്കും. മഹാമായയ്ക്ക് തക്കതായ ശിക്ഷയും ലഭിക്കും. ദിഗ്വിജയനോട് സത്യവും ധരിപ്പിക്കാം. ആ നാഗറാണിയുടെ അന്ത്യവും സംഭവിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് തന്നെയല്ലേ പ്രശ്നമാകുന്നത്? എല്ലാ സത്യങ്ങളും ആ ദിഗ്വിജയനോട് പറയും. നാഗറാണിയെ കൊല്ലുകയും ചെയ്യും. അതെ, അത് തന്നെയാണ് എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പേടി. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും മഹാമായെ? നോക്കാം. ആ ത്രയംബകന്റെ ആദ്യത്തെ ചുവടെന്താണെന്ന് നോക്കാം. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. എനിക്കെന്തോ അവൻ ആദ്യം ദിഗ്വിജയനെ കാണാൻ പോകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. ഏയ് ഇല്ല, അതവന് പ്രധാനമല്ല. അങ്ങനെയെങ്കിൽ അവൻ ആദ്യം ആ നാഗറാണിയെ കൊല്ലുമെന്നാണോ? അതിനും സാധ്യതയില്ല. അവൾ ഇപ്പോ ഈ നാട്ടിൽ എവിടെയുമില്ല. അവൾ ഉള്ളിടത്തേക്ക് പോകാൻ അവന് സമയവുമില്ല. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നില്ല എങ്കിൽ മറ്റെന്താണ് ചെയ്യുക? ഇവിടേക്ക് വരും അവൻ. എന്നുവെച്ചാ അവൻ എത്തിച്ചേരാൻ എളുപ്പം എന്റെ അടുത്താണ്. ഞാൻ അവന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ആദ്യം അവൻ ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് അവൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും മഹാമായെ? അവൻ ആദ്യം ഇങ്ങോട്ട് വരട്ടെ. അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ മഹാശക്തി പ്രയോഗിച്ച് അവനെ ഞാൻ ബന്ധിച്ചിരിക്കും. അതിനുശേഷം അവൻ ആരോടും ഒരു സത്യവും പറയാത്ത രീതിയിൽ ഞാൻ ആക്കിയെടുക്കും. അതിനിപ്പോ എന്ത് ചെയ്യണം മഹാമായെ? ഗരുഡ, നീ ഇപ്പൊ തന്നെ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് പോകൂ. അവൻ പുറത്തു പോകാത്ത രീതിയിൽ നീ അവനെ നോക്കണം. യഥാർത്ഥ ത്രയംബകൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കരുത്. അതിനൊപ്പം നമ്മുടെ മേൽ ഒരു സംശയവും വരാൻ പാടില്ല. ശരി മഹാമായെ.